നമസ്കാരം. ഇന്ന് നമ്മളൊരു പഴയ നിധിയിലേക്കാണ് ഇറങ്ങിച്ചെല്ലുന്നത്. ആത്മവിശ്വാസം. നമ്മുടെ എല്ലാം ഉള്ളിലിങ്ങനെ കത്തി നിൽക്കാൻ കാത്തിരിക്കുന്ന ഒരു തീപ്പൊരി. അതിനെക്കുറിച്ച് സംസാരിക്കാൻ നമ്മൾ ആശ്രയിക്കുന്നത് 1941 അഖണ്ഡ ജ്യോതി മാസികയാണ്. ആ ഒരു വർഷത്തെ 12 ലക്കങ്ങൾ. അതിലൂടെ ഒന്ന് യാത്ര ചെയ്യാം. 80 വർഷം മുമ്പത്തെ ആ ചിന്തകൾക്ക്, ആ ഉൾക്കാഴ്ചകൾക്ക് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റം വരുത്താൻ കഴിയും? അതാണ് നമ്മൾ നോക്കുന്നത്. അവിടെ അന്നത്തെ ഒരു പ്രധാന വാചകം തന്നെ ഇതായിരുന്നു: ആത്മവിശ്വാസം തന്നെയാണ് മനുഷ്യന്റെ യഥാർത്ഥ ദൈവം. എന്താ, നമുക്കൊന്ന് ആഴത്തിൽ നോക്കിയാലോ? തീർച്ചയായും. ഇതൊരു എന്താ പറയാ, കാലാതീതമായ വിഷയമാണല്ലേ. മനുഷ്യൻ എത്ര മാറിയാലും അവന്റെ ഉള്ളിലെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ അതങ്ങനെ തന്നെ നിൽക്കും. 1941 എന്ന് പറയുമ്പോൾ ഓർക്കണം, ലോകം ഒരു യുദ്ധത്തിന്റെ നടുവിലാണ്. ആ സമയത്തും വ്യക്തിയുടെ ഉള്ളിലെ ശക്തിയെക്കുറിച്ച്, ആത്മവിശ്വാസത്തെക്കുറിച്ച് അഖണ്ഡജ്യോതി സംസാരിച്ചു എന്നത് അത് ശരിക്കും ശ്രദ്ധേയമാണ്. ഇന്നും നമുക്ക് ഒരുപാട് പ്രചോദനം തരുന്ന കാര്യങ്ങളാണവ. അതെ, ആ കാലഘട്ടം ഓർക്കുമ്പോൾ ഈ ആശയങ്ങൾക്കൊരു പ്രത്യേക ആഴം വരുന്നുണ്ട് നമുക്ക് ജാനുവരി ലക്കത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. വിചാരശക്തിയുടെ മഹിമ, അതാണ് തലക്കെട്ട്. നമ്മുടെ ചിന്തകൾ, അതാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി. നല്ല ചിന്തകൾക്ക് നമ്മുടെ സാഹചര്യങ്ങളെ, എന്തിന് വിധിയെ വരെ മാറ്റാൻ കഴിയും. അതാണ് പറയുന്നത്. ചിന്ത വെറുമൊരു ചിന്തയല്ല, അതൊരു നിർമ്മാണ ശക്തിയാണ് എന്നാണോ? ആ, കൃത്യമായി പറഞ്ഞാൽ അത് തന്നെ. ഇത് ശരിക്കും ഒരു വിപ്ലവകരമായ ആശയമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. നിങ്ങളുടെ ചിന്തകൾ അത് വെറുതെ മനസ്സിൽ വരുന്ന ഒന്നല്ല, അത് നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തുന്ന ഒരു ഉപകരണം കൂടിയാണ്. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ അത് സംഭവിക്കാനുള്ള ഒരു വഴി തുറക്കുകയാണ് നിങ്ങൾ. പോസിറ്റീവായി ചിന്തിക്കുമ്പോൾ നല്ല കാര്യങ്ങൾ വരും, നെഗറ്റീവായാലോ തടസ്സങ്ങൾ വരും. അപ്പോൾ ആത്മവിശ്വാസത്തിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കുക. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ എന്തു പറയുന്നു എന്ന് ശ്രദ്ധിക്കുക. അതിനെ ബോധപൂർവം നയിക്കണം. ഓക്കെ, അപ്പോ ചിന്തകളെ ശ്രദ്ധിക്കുക, നിയന്ത്രിക്കുക. ഇതിൽ നിന്ന് അടുത്ത പടിയായി ഫെബ്രുവരി മാസിക പറയുന്നത് സ്വന്തം കഴിവിൽ വിശ്വസിക്കാനാണ്. തന്നിൽ തന്നെ വിശ്വസിക്കുക എന്ന ലേഖനം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെയും അവരുടെ അംഗീകാരത്തെയും ഒക്കെ ഒരുപാട് ആശ്രയിച്ചാൽ നമ്മുടെ ഉള്ളിലെ ശക്തി കുറഞ്ഞുപോകും. സ്വന്തം വിവേകത്തിൽ വിശ്വസിക്കുന്നവരാണ് ശരിക്കും ജീവിതമുണ്ടാക്കിയെടുക്കുന്നത്. ഇതിന്റെ അർത്ഥം മറ്റുള്ളവരെ കേൾക്കണ്ട എന്നാണോ? അതോ അവസാനം നമ്മുടെ തീരുമാനം നമ്മുടേതാവണം എന്നാണോ? ആ, രണ്ടാമത് പറഞ്ഞതാണ് കറക്റ്റ്. മറ്റുള്ളവർ പറയുന്നത് കേൾക്കണം, തീർച്ചയായും വിലപ്പെട്ട അഭിപ്രായങ്ങളുണ്ടാവും. പക്ഷേ നമ്മുടെ ഉള്ളിലെ ശബ്ദം, നമ്മുടെ തോന്നൽ, അതിന് മുകളിൽ അതിനെ വെക്കരുത്. സ്വാശ്രയത്വമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ഒരു സത്യമുണ്ടല്ലോ, നിങ്ങളുടെ കഴിവ്, അതിനെ തിരിച്ചറിഞ്ഞ് അതിൽ ഉറച്ചു നിൽക്കുക. അതാണ്. മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് പേടിച്ച് തീരുമാനങ്ങൾ മാറ്റരുത്. അവസാനം നിങ്ങളുടെ ജീവിതത്തിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിങ്ങൾ തന്നെയല്ലേ. ആ ഒരു വിശ്വാസം വരുമ്പോഴാണ് ആത്മവിശ്വാസം കൂടുന്നത്. നിങ്ങളുടെ ഉള്ളിലെ ആ വിളിയാണ് ഏറ്റവും നല്ല വഴികാട്ടി. ശരിയാണ്. സ്വന്തം ചിന്തകളിൽ വിശ്വാസം, സ്വന്തം കഴിവിൽ ആശ്രയം. ഇതിൽ നിന്ന് മാർച്ച് മാസത്തിലെ ആശയം ഒരു സ്വാഭാവികമായ തുടർച്ചയാണ്. വിജയത്തിന്റെ രഹസ്യം. ഈ ലേഖനം പറയുന്നത് വിജയമെന്നത് വെറും ഭാഗ്യമല്ല, അല്ല, മറിച്ച് ഈ ആത്മവിശ്വാസം കൂടെ നല്ല പരിശ്രമം, ഇത് രണ്ടും ചേരുമ്പോഴാണ് വിജയമുണ്ടാകുന്നത്. പിന്നെ പരാജയങ്ങളെക്കുറിച്ച് പേടിക്കേ വേണ്ട. കാരണം അതൊക്കെ ഓരോ അനുഭവങ്ങളാണ്, പാഠങ്ങളാണ്. അപ്പോ വിശ്വാസം മാത്രം പോരാ, ആക്ഷനും വേണമല്ലേ? തീർച്ചയായും. വിശ്വാസവും പ്രയത്നവും അതൊരു വണ്ടിയുടെ 2 ചക്രം പോലെയാണ്. അല്ലെങ്കിൽ ഒരു പക്ഷിയുടെ 2 ചിറകുകൾ. ഒന്ന് മറ്റേതില്ലെങ്കിൽ പറ്റില്ല. ആത്മവിശ്വാസത്തോടെ നിങ്ങളൊരു കാര്യത്തിനിറങ്ങുമ്പോൾ നിങ്ങളുടെ പ്രയത്നത്തിന് ഒരു പ്രത്യേക ഊർജം കിട്ടും. ഇനി അഥവാ പരാജയപ്പെട്ടാലോ? ഈ ലേഖനം ഓർമ്മിപ്പിക്കുന്നത് പോലെ അത് ലോകാവസാനമൊന്നുമല്ല. അതൊരു ഫീഡ്ബാക്കാണ്. എവിടെയാണ് പിഴച്ചതെന്ന് കാണിച്ചു തരുന്ന ഒരടയാളം. അത് മനസ്സിലാക്കി കൂടുതൽ ശക്തിയോടെ, ചിലപ്പോൾ പുതിയ വഴികളിലൂടെ വീണ്ടും ശ്രമിക്കണം. ഓരോ വീഴ്ചയും ശരിക്കും എഴുന്നേൽക്കാനുള്ള ഒരവസരമാണ്. ഏപ്രിലിലെ ലേഖനം ഇതിനോട് ചേർത്ത് വായിക്കാം. ധൈര്യവും സാഹസികതയും. മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുന്നത്, അതാണ് യഥാർത്ഥ ധൈര്യം എന്ന് പറയുന്നത്. നമ്മുടെ ചിന്ത, നമ്മുടെ വികാരങ്ങൾ, അതിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ ജീവിതത്തിലെ ഏത് പ്രശ്നത്തെയും ശാന്തമായി നേരിടാം. ഇത് കേൾക്കുമ്പോൾ ഒരു തരം ഇമോഷണൽ ബാലൻസ് ആണെന്ന് തോന്നുന്നു, അല്ലേ? അതെ,
നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. വൈകാരികമായ സമചിത്തത. ധൈര്യമെന്ന് വെച്ചാൽ പേടിയില്ലാത്ത അവസ്ഥയല്ല. പേടിയുണ്ടാവും, പക്ഷേ ആ പേടിയിലും മുന്നോട്ടു പോകാനുള്ള കഴിവ്, അതാണ് ധൈര്യം. അതിന് മനസ്സിനെ നിയന്ത്രിക്കണം. ഒരു പ്രശ്നം വരുമ്പോൾ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ബഹളം വെക്കാതെ ശാന്തമായിരുന്ന് ചിന്തിച്ച് ഒരു വഴി കണ്ടെത്താനുള്ള കഴിവ്, അതാണ് യഥാർത്ഥ ആത്മബലം. പ്രതിസന്ധി വരുമ്പോഴും പതറാതെ നിൽക്കാൻ പറ്റുന്നത് അത് ആത്മവിശ്വാസമുള്ളവർക്കേ സാധിക്കൂ. ഇത് വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റാൻ സഹായിക്കും. ഓക്കെ, മെയ് മാസത്തിലെ നമ്മൾ കാണുന്നത് നിങ്ങളുടെ കഴിവ് തിരിച്ചറിയുക എന്ന ആശയമാണ്. നിരാശ അതൊരു ബലഹീനതയാണ് എന്നാണ് ഈ ലേഖനം പറയുന്നത്. പക്ഷേ ഉത്സാഹവും ആത്മവിശ്വാസവും ഒന്നിച്ചാൽ ഏത് ബുദ്ധിമുട്ടിനെയും മറികടക്കാം. ഉത്സാഹം എന്ന് പറയുന്നത് ആത്മവിശ്വാസത്തിന്റെ ഒരു പുറത്തേക്കുള്ള പ്രകടനമാണോ? ഒരു തരത്തിൽ അങ്ങനെ പറയാം. ആത്മവിശ്വാസം നിങ്ങളുടെ ഉള്ളിലെ ഒരു ഇന്ധനം പോലെയാണെങ്കിൽ, ഉത്സാഹമെന്ന് പറയുന്നത് ആ എഞ്ചിൻ സ്റ്റാർട്ടാക്കുന്ന ഒരു തീപ്പൊരിയാണ്. നിങ്ങളുടെ കഴിവിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാനുള്ള ഒരു താൽപ്പര്യം, ഒരു ഊർജം സ്വാഭാവികമായി വരും. അതാണ് ഉത്സാഹം. ചിലപ്പോൾ നമുക്ക് മടിയൊക്കെ തോന്നും, നിരാശ വരും. അപ്പോ നമ്മുടെ ഉള്ളിലെ കഴിവിനെയും ആത്മവിശ്വാസത്തെയും കുറിച്ച് ഓർക്കുന്നത് ആ ഉത്സാഹത്തെ വീണ്ടും കൊണ്ടുവരാൻ സഹായിക്കും. ഇരുട്ടാണ്ടെന്ന് പരാതിപ്പെടുന്നതിനു പകരം ഒരു മെഴുകുതിരി കത്തിക്കുന്ന പോലെ. ശരി. അടുത്തത് ജൂൺ മാസത്തിലെ ലേഖനം, സാധനയും ആത്മബലവും. ഇവിടെയാണ് ഈ സാധന എന്ന വാക്ക് വരുന്നത്. ആത്മവിശ്വാസം അത് വെറുതെ ഇങ്ങനെ കിട്ടുന്ന ഒന്നല്ല. അത് ചിട്ടയായ പരിശീലനത്തിലൂടെ, അതായത് സാധനയിലൂടെ നേടിയെടുക്കണം. അതാണ് പറയുന്നത്. അതെ, ഈ സാധന എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് അതിനെ എങ്ങനെ മനസ്സിലാക്കാം? വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണത്. സാധന എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ ബോധപൂർവമായ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സ്ഥിരമായ പരിശീലനം എന്ന് വിളിക്കാം. കണ്ടിന്യൂസ് കോൺഷ്യസ് പ്രാക്ടീസ്. ഇത് ജിമ്മിൽ പോയി വ്യായാമം ചെയ്യുന്നത് പോലെയാണ്. മസിലുണ്ടാവാൻ സ്ഥിരമായി വർക്കൗട്ട് ചെയ്യണം, അല്ലേ? അതുപോലെ ആത്മവിശ്വാസം കൂട്ടാനും സ്ഥിരമായ മാനസികമായ വർക്കൗട്ട് വേണം. ഉദാഹരണത്തിന്, ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ വയ്ക്കുക, അത് നേടുക. പേടിയുള്ള കാര്യങ്ങൾ കുറച്ചുകുറച്ചായി നേരിടാൻ ശ്രമിക്കുക. പോസിറ്റീവായി ചിന്തിക്കുന്നത് ഒരു ശീലമാക്കുക. പുതിയ കഴിവുകൾ പഠിക്കുക. ഇതെല്ലാം സാധനയുടെ ഭാഗമാണ്. ഇത് തരുന്നൊരു പ്രധാന മെസ്സേജ് എന്താണെന്നാൽ, ആത്മവിശ്വാസം ജന്മനാ കിട്ടുന്ന ഒന്നല്ല, അതാർക്കും നേടിയെടുക്കാവുന്ന ഒന്നാണ്. അത് വലിയൊരു ആശ്വാസമാണ്. പരിശീലനത്തിലൂടെ വളർത്താം. ജൂലൈയിലെ ലേഖനം, ജീവിതത്തിലെ പുരുഷാർത്ഥം, പറയുന്നത് ഈ ആത്മവിശ്വാസം നമ്മുടെ ഉള്ളിലെ ഒരു വലിയ ശക്തിയെ പുറത്തു കൊണ്ടുവരുമെന്നാണ്. സ്വന്തം പ്രയത്നത്തിൽ, അതായത് പുരുഷാർത്ഥത്തിൽ വിശ്വസിക്കുന്ന ആൾ അറിയാതെ തന്നെ സ്വന്തം ഭാഗ്യമുണ്ടാക്കുകയാണ്. പുരുഷാർത്ഥം എന്നുവെച്ചാൽ കഠിനാധ്വാനം എന്ന് മാത്രമാണോ അർത്ഥം? കഠിനാധ്വാനം തീർച്ചയായും അതിന്റെ ഭാഗമാണ്. പക്ഷേ അതിനേക്കാൾ സ്വന്തം ലക്ഷ്യത്തിനു വേണ്ടിയുള്ളൊരു ബോധപൂർവമായ നിരന്തരമായ പരിശ്രമം, ഹ്യൂമൻ എൻഡവർ എന്ന് പറയാം. നിങ്ങളുടെ കഴിവിൽ, നിങ്ങളുടെ പ്രയത്നത്തിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ വിധിയെ പഴിച്ചിരിക്കില്ല. പകരം സാഹചര്യങ്ങളെ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് അനുകൂലമാക്കാൻ നോക്കൂ. നിങ്ങൾ നിങ്ങളുടെ ഭാഗ്യം സ്വയം ഉണ്ടാക്കാൻ തുടങ്ങും. പുരുഷാർത്ഥം നിങ്ങളുടെ കയ്യിലുള്ള കാര്യമാണ്. ഭാഗ്യം ചിലപ്പോൾ പുറത്തുള്ള ഒന്നായി തോന്നും. എന്നാൽ ഈ ലേഖനം പറയുന്നത് നിങ്ങളുടെ പ്രയത്നം കൊണ്ട് ഭാഗ്യത്തെ വരെ സ്വാധീനിക്കാൻ പറ്റുമെന്നാണ്. ഈ ആശയം ഓഗസ്റ്റ് മാസത്തിലെത്തുമ്പോൾ കൂടുതൽ ശക്തമാവുന്നു. മനുഷ്യൻ സ്വന്തം വിധി സ്വയം നിർമ്മിക്കുന്നു. അതാണ് ലേഖനം. നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ വിശ്വാസങ്ങൾ, അതാണ് നിങ്ങളുടെ വിധിയെ ഉണ്ടാക്കുന്നത്. തന്നിൽ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരാൾക്ക് സ്വന്തം ലോകമുണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു ശില്പി കല്ലിൽ നിന്ന് ഒരു രൂപമുണ്ടാക്കുന്ന പോലെ. ശരിയാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം കൂടുന്നതുപോലെ തോന്നുന്നുണ്ട്. തീർച്ചയായും ഉത്തരവാദിത്വം കൂടുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം വലിയൊരു സ്വാതന്ത്ര്യം കൂടി കിട്ടുന്നുണ്ടല്ലേ? നിങ്ങളുടെ ജീവിതത്തിന്റെ കൺട്രോൾ വേറെ ഏതോ ശക്തിയുടെ കയ്യിലല്ല, നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് എന്ന ചിന്ത, അതെത്ര പവർഫുൾ ആണെന്ന് ആലോചിച്ചു നോക്കൂ. ഞാനാണ് എൻ്റെ വിധിയുടെ ശില്പി എന്നൊരു ബോധം വന്നാൽ പിന്നെ വെല്ലുവിളികളെ നേരിടാനും അവസരങ്ങളെ മുതലെടുക്കാനുമുള്ള ഒരു ഡ്രൈവ് ഉള്ളിൽ നിന്ന് വരും. ഇത് ആത്മവിശ്വാസത്തിന്റെ ഒരു ഉയർന്ന തലമാണ്. സ്വയം ഒരു സൃഷ്ടാവായി കാണുക എന്നത്. സെപ്റ്റംബർ മാസത്തിലെത്തുമ്പോൾ ആത്മവിശ്വാസത്തിന്റെ വേറൊരു മുഖം കാണുന്നു, സ്ഥിരത.
അചഞ്ചലനായ മനുഷ്യൻ എന്ന ലേഖനം നല്ല ആഴത്തിലുള്ള, ഒന്നിനും ഇളക്കാൻ പറ്റാത്തൊരാത്മവിശ്വാസം. പ്രതിസന്ധികൾ വരുമ്പോൾ പേടിച്ചോടാതെ അല്ലെങ്കിൽ തകർന്നു പോകാതെ ഒരു പാറ പോലെ ഉറച്ചു നിൽക്കാൻ കഴിയുന്നത്, അതാണ് യഥാർത്ഥ ആത്മവിശ്വാസത്തിന്റെ ലക്ഷണം. അതെ, ഇതിനെ ഇന്നത്തെ ഭാഷയിൽ റെസിലിയൻസ് എന്ന് പറയാമോ? തീർച്ചയായും. റെസിലിയൻസ്, പ്രതിരോധശേഷി, അല്ലെങ്കിൽ വീണിടത്ത് നിന്ന് എഴുന്നേൽക്കാനുള്ള കഴിവ്, അതാണീ അചഞ്ചലത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജീവിതത്തിൽ തിരമാലകൾ പോലെ ഉയർച്ചതാഴ്ചകൾ ഉണ്ടാകും. ചിലപ്പോൾ വലിയ കൊടുങ്കാറ്റുകൾ വരും. പക്ഷേ നല്ല ആഴത്തിൽ വേരുകളുള്ള ഒരു വലിയ മരം പോലെ ഉള്ളിൽ നല്ല ശക്തിയും ആത്മവിശ്വാസവുമുള്ള ഒരാൾക്ക് ഈ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ പറ്റും. പുറമേ ചിലപ്പോൾ ശാന്തനായി കാണുമായിരിക്കും, പക്ഷേ ഉള്ളിൽ ആ വിശ്വാസത്തിന്റെ കരുത്തുണ്ടാകും. ഈ ഒരു സ്ഥിരതയും നേരത്തെ പറഞ്ഞ സാധനയിലൂടെയും അനുഭവങ്ങളിലൂടെയും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. ഓക്കേ. ഒക്ടോബർ മാസത്തിലെ ലേഖനം ജീവിത പരീക്ഷണം. ഇത് രണ്ട് പ്രധാനപ്പെട്ട ആശയങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരുന്നു: സാഹസികതയും സംയമനവും. അഡ്വെഞ്ചർ ആൻഡ് റിസ്ട്രെയിന്റ്. ഇവ രണ്ടും ആത്മബലത്തിന്റെ രണ്ട് ചിറകുകളാണ് എന്ന് പറയുന്നു. മുന്നോട്ടു പോകാനുള്ള ഒരു ധൈര്യം വേണം, അതേസമയം സ്വയം നിയന്ത്രിക്കാനുള്ള കഴിവും വേണം. രണ്ടും വേണം. പിന്നെ ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ ഒരു വലിയ ശക്തിയിലുള്ള വിശ്വാസം നമുക്ക് തുണയാവുമെന്നും പറയുന്നുണ്ട്. ഇതൊരു ബാലൻസിംഗ് ആക്ട് ആണല്ലോ പറയുന്നത്. അതെ, വളരെ പ്രധാനപ്പെട്ട ഒരു സന്തുലിതാവസ്ഥയാണത്. വെറുതെ എടുത്തു ചാടുന്നത് അത് സാഹസികതയല്ല, ചിലപ്പോൾ മണ്ടത്തരമാവാം. അതുപോലെ പേടിച്ചൊന്നും ചെയ്യാതെ ഒതുങ്ങിക്കൂടുന്നത് സംയമനമല്ല, അത് ഭീരുത്വമാണ്. ശരിയായ സമയത്ത് റിസ്ക് എടുക്കാനും ധൈര്യം കാണിക്കാനും, എന്നാൽ ആവശ്യമുള്ളപ്പോൾ ഒന്ന് പിടിച്ചു നിർത്താനും സ്വയം നിയന്ത്രിക്കാനും കഴിയണം. അപ്പോഴാണ് ആത്മബലം പൂർണ്ണമാകുന്നത്. ഈ ലേഖനം പറയുന്ന മറ്റേ കാര്യം, അതായത് ചില സമയത്ത് നമ്മുടെ കഴിവിനും അപ്പുറത്തുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഒരു വലിയ ശക്തിയിലുള്ള വിശ്വാസം, അത് ചിലർക്ക് ദൈവത്തിലാവാം, അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയിലാവാം, അത് നമുക്കൊരു താങ്ങായേക്കാം. അത് ആത്മവിശ്വാസത്തിന് ഒരു എക്സ്ട്രാ ലെയർ കൊടുക്കും. ശരിയാണ്. നവംബറിലെ ജീവിതത്തിലെ സമരം, ഇത് വീണ്ടും സ്വാശ്രയത്വത്തിലേക്ക് വരുന്നു. സെൽഫ് റിലയൻസ്. സ്വന്തം കാലിൽ നിൽക്കുന്ന ആളാണ് ഏറ്റവും ആത്മവിശ്വാസി. ജീവിതത്തിലെ പ്രശ്നങ്ങളെയും ഈ സമരങ്ങളെയും പേടിക്കേണ്ട കാര്യമില്ല. അതൊക്കെ നമ്മുടെ ആത്മബലം ടെസ്റ്റ് ചെയ്യാനും അത് വളർത്താനുമുള്ള അവസരങ്ങളാണ്. സ്വയം പര്യാപ്തരാകുന്നവർക്ക് മറ്റുള്ളവർക്കൊരു വഴികാട്ടിയാവാനും പറ്റും. അപ്പോ വെല്ലുവിളികൾ ശരിക്കും നല്ലതാണെന്നാണോ പറഞ്ഞു വരുന്നത്? ആണ് എന്നാണ് ഈ ലേഖനം നമ്മളോട് പറയുന്നത്. നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ മസിലിന് വേദനിക്കും, പക്ഷേ ആ വേദന കൊണ്ടാണ് മസിൽ വളരുന്നത്. അതുപോലെ ജീവിതത്തിലെ ഈ സമരങ്ങൾ അല്ലെങ്കിൽ വെല്ലുവിളികൾ നമ്മുടെ ഉള്ളിലെ ശക്തിയെ, നമ്മുടെ ആത്മവിശ്വാസത്തെ ഒന്ന് ഉരച്ചു നോക്കും, അതിനെ ഉറപ്പിക്കും. ഈ വെല്ലുവിളികളെ നമ്മൾ വിജയകരമായി മറികടക്കുമ്പോൾ കിട്ടുന്നൊരു ആത്മവിശ്വാസമുണ്ട്. അത് വളരെ വലുതാണ്. അത് നിങ്ങളെ സ്വന്തം കാലിൽ നിർത്തുക മാത്രമല്ല, നിങ്ങളുടെ അനുഭവം കണ്ട് മറ്റുള്ളവർക്കൊരു പ്രചോദനമാവാനും ഒരു വഴികാട്ടിയാവാനും നിങ്ങൾക്ക് കഴിയും. ഒടുവിൽ ഡിസംബർ 1941, നവജീവിതത്തിന്റെ തുടക്കം. ഒരു വർഷത്തെ ചിന്തകളെല്ലാം കൂട്ടിയിണക്കിക്കൊണ്ട് ഒരു പുതിയ തുടക്കത്തിന് നമ്മളെ എങ്ങനെ തയ്യാറാക്കാം എന്ന് പറയുന്നു. ഉള്ളിലെ ആ ആത്മവിശ്വാസത്തിന്റെ ജ്യോതി അതിനെ വീണ്ടും കത്തിക്കാൻ ഓർമ്മിപ്പിക്കുന്നു. അതിനുള്ള മന്ത്രമെന്താണ്? ആത്മനിയന്ത്രണം, സാധന, വിശ്വാസം, ഈ മൂന്നും. അതെ, ഒരു വർഷത്തെ യാത്രയുടെ നല്ലൊരു സമാപനം. അതെ, 1941 പറഞ്ഞ കാര്യങ്ങൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ഒരു മാറ്റവുമില്ലാതെ നിലനിൽക്കുന്നു എന്നത് അത്ഭുതമാണല്ലേ. മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുക, അതാണ് ആത്മനിയന്ത്രണം. ഒരു ലക്ഷ്യബോധത്തോടെ നിരന്തരം പരിശീലിക്കുക, അതാണ് സാധന. തന്നിലും തന്റെ കഴിവുകളിലും അടിയുറച്ചു വിശ്വസിക്കുക, അതാണ് വിശ്വാസം. ഈ മൂന്ന് കാര്യങ്ങളും ഒരുമിച്ചു വരുമ്പോൾ നമ്മുടെ ഉള്ളിലെ ആ ആത്മവിശ്വാസത്തിന്റെ ജ്യോതി നല്ല തെളിച്ചത്തോടെ കത്തും. ഏതു പുതിയ തുടക്കത്തിനും, അത് പുതുവർഷമാകട്ടെ അല്ലെങ്കിൽ ജീവിതത്തിലെ ഒരു പുതിയ ഘട്ടമാകട്ടെ, ഈ ഒരു ആന്തരികമായ തയ്യാറെടുപ്പ് വേണം എന്ന് ഈ ലേഖനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോ 1941 അഖണ്ഡജ്യോതി മുന്നോട്ടുവെച്ച ഈ ആശയങ്ങളെല്ലാം ഒന്ന് ചേർത്ത് വയ്ക്കുമ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാവുന്നത്? ആത്മവിശ്വാസം അത് പുറത്തെവിടെയോ പോയി പപ്പിയെടുക്കേണ്ട ഒന്നല്ല. അല്ല, അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്.
ഉറപ്പായും. അതിനെ തിരിച്ചറിയണം, അതിനെ വളർത്തണം. അതാണ് കാര്യം. ചിന്തകളെ നിയന്ത്രിക്കുക, സ്വന്തം കഴിവിൽ വിശ്വസിക്കുക, പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക, വീഴ്ചകളിൽ നിന്ന് പഠിക്കുക, പ്രശ്നം വരുമ്പോൾ പതറാതിരിക്കുക, ധൈര്യവും നിയന്ത്രണവും ഒരുപോലെ കൊണ്ടുപോകുക, സ്വന്തം കാലിൽ നിൽക്കുക. ഇതെല്ലാം ആ ഉള്ളിലെ വെളിച്ചം കൂട്ടാനുള്ള വഴികളാണ്. തീർച്ചയായും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയം ഇതാണ്: നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ എത്രയോ വലിയ ശക്തിയും സാധ്യതകളുമുണ്ട്. അത് ഉറങ്ങിക്കിടക്കുകയാണ് പലപ്പോഴും. ജീവിതത്തിലെ സാഹചര്യങ്ങൾ കൊണ്ടോ, മറ്റുള്ളവർ പറയുന്നത് കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ തന്നെ സംശയങ്ങൾ കൊണ്ടോ നമ്മളത് കാണാതെ പോകുന്നു. ഈ 1941 ലേഖനങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ആ ശക്തിയൊന്ന് തട്ടി ഉണർത്താനാണ്, അതിൽ വിശ്വസിച്ച് പ്രവർത്തിക്കാൻ, അതുവഴി നിങ്ങളുടെ ജീവിതം കൂടുതൽ അർത്ഥമുള്ളതും സന്തോഷമുള്ളതുമാക്കാൻ. ആ ജ്യോതി നിങ്ങളിൽ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്. അതെ, നിങ്ങൾക്കായി ഒരു ചെറിയ ചിന്ത പങ്കുവെച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ചർച്ച അവസാനിപ്പിക്കാം. ഈ പഴയ താളുകൾ പറയുന്നത് പോലെ നിങ്ങളുടെ ചിന്തകൾക്ക് നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ മാറ്റാൻ കഴിയുമെങ്കിൽ, നിങ്ങളുടെ ആത്മവിശ്വാസം എന്ന ആ ഉള്ളിലെ ജ്യോതിയെ ഒന്നുകൂടി തെളിയിക്കാൻ ഈ വരുന്ന ആഴ്ചയിൽ നിങ്ങൾ ബോധപൂർവം ശ്രദ്ധിക്കാൻ പോകുന്ന ഒരൊറ്റ ചിന്ത, അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന ഒരു ചെറിയ പ്രവൃത്തി, അത് എന്തായിരിക്കും? ഓർക്കുക, ഒരു ചെറിയ മാറ്റത്തിനു പോലും ചിലപ്പോൾ വലിയ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞേക്കാം. ആത്മവിശ്വാസത്തെക്കുറിച്ചുള്ള ഈയൊരു ആഴത്തിലുള്ള അന്വേഷണത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന് നിങ്ങൾക്ക് ഒരുപാട് നന്ദി.